പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, റോമ 13:14 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, പകലിന് യോജിച്ച വിധം നമുക്ക് ജീവിക്കാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹത്തിലോ അസൂയയിലോ നിങ്ങൾ വ്യാപരിക്കരുത്. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുവിൻ. സാധാരണക്കാരായ മനുഷ്യൻ എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്. നാം പകലിന് യോജിച്ച വിധത്തിൽ വേണം ജീവിക്കുവാനായിട്ട് എന്ന്. നമ്മെ തെറ്റിലേക്ക് നയിക്കുന്ന സുഖലോലുപതയും മദ്യലഹരിയും അവിഹിത വീഴ്ചകളും നമ്മുടെ ഹൃദയത്തിലുള്ള അസൂയയും കലഹവും ഇതൊന്നും നാം ജീവിതത്തിൽ വച്ച് പുലർത്തരുത്. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുവിൻ എന്ന് പ്രത്യേകം വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ തെറ്റുകൾ തിരുത്തി ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കുന്നതിനു വേണ്ടി ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതാണ്. തെറ്റുകൾ നാം തിരുത്തുന്നില്ലെങ്കിൽ നാം അന്ധകാരത്തിലാണ് ജീവിക്കുന്നത്. അതിൻ്റെ ഫലം നമ്മുടെ ആത്മനാശവുമാണ്. തിരുവചനം പറയുന്നു, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കരുത് എന്ന്. അതുപോലെ സുഖലോലുപതയും മദ്യലഹരി അവിഹിത വീഴ്ചയുമെല്ലാം നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകും. റോമ 8:7 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ജഡിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ സുഖങ്ങൾക്കും സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും ആഡംബര ജീവിതത്തിനും ഒക്കെയാണ് കൂടുതൽ പേരും താല്പര്യം കാണിക്കുന്നത്. ഇവയ്ക്കാണ് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നത്. അപ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. സ്വർഗരാജ്യത്തിൽ നിന്ന് നാം അകന്നു പോകുകയാണ്. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണെന്ന് തിരുവചനം പറയുന്നുണ്ട്. ദൈവദൃഷ്ടിയിൽ ഉത്കൃഷ്ടമായത് നാം ചെയ്യണമെങ്കിൽ ഈ ലോകശക്തികൾക്ക്, അതായത് തിന്മയ്ക്കെതിരായി നാം ബലം പ്രയോഗിക്കണം. ബലവാന്മാരാണ് സ്വർഗരാജ്യം പിടിച്ചെടുക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16:16 തിരുവചനം പറയുന്നു, എല്ലാവരും ബലം പ്രയോഗിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു എന്ന്. ഈ ലോകമോഹങ്ങളെയും അല്ലെങ്കിൽ ആഡംബരത്തെയും അല്ലാതെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയുകയില്ല എന്ന് തിരുവചനം പറയുന്നുണ്ട്. ഈ ലോകമോഹങ്ങൾ നമ്മെ നാശത്തിലേക്ക് നയിക്കും. അതിനാൽ അന്ധകാരത്തിൻ്റെ വഴികൾ നാം ഉപേക്ഷിക്കണമെന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത്. ചെറുപ്പകാലത്ത് ഈ ലോകമോഹങ്ങളിൽ മുഴുകി കഠിനമായ പാപങ്ങൾ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ. പാപത്തെ ഉപേക്ഷിച്ച് നീ ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്ന ശക്തമായ ദൈവസ്വരം കേട്ടപ്പോൾ അദ്ദേഹം ബൈബിൾ എടുത്ത് വായിച്ചു. റോമ 13 പകലിന് യോജിച്ച വിധം നമുക്ക് ജീവിക്കാം എന്ന് തുടങ്ങുന്ന തിരുവചനമാണ് അദ്ദേഹത്തിൽ നവീകരണം ഉണ്ടാക്കിയത്. പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവവചനപ്രകാരം ജീവിച്ചപ്പോൾ അദ്ദേഹം വിശുദ്ധ അഗസ്റ്റിനായി മാറി. നമുക്കും ദൈവവചനം സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ നവീകരിക്കാം. പകലിന് യോജിച്ച വിധത്തിലുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.